ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. ആധാർ കാർഡിൽ അച്ഛൻ്റെ പേരോ അതോ ഹസ്ബൻഡിൻ്റെ പേര് എങ്ങനെ ആഡ് ചെയ്യാൻ നമുക്കൊന്ന് കാണാം. അതോ ചേഞ്ച് ചെയ്യേണ്ട എങ്ങനെ കാണാം. ആഡ് ചെയ്യുമ്പോൾ HOB മോഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അഥവാ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ സെന്ററിലോ അതോ ആധാർ കെയർ ഓഫീസിൽ പോയിട്ട് ചെയ്യേണ്ടതാണ്. അതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ. ഈ മെത്തേഡ് വന്നിട്ട് ആർക്കും പുറത്തോട്ട് പോകാൻ പറ്റാത്തവർക്ക് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ ആധാർ കാർഡിൽ അച്ഛൻ്റെ പേരോ ഹസ്ബൻഡിന്റെ പേരോ എങ്ങനെ ആഡ് ചെയ്യാൻ നമുക്കൊന്ന് കാണാം. വരും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഗൂഗിളിൽ വന്നിട്ട് മൈ ആധാറിന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക. ഇവിടെ ഫസ്റ്റിൽ കാണുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഇന്റർഫേസ് ഓപ്പൺ ആകും. ഇവിടെ നമ്മൾ ആധാർ കാർഡിൽ കറക്ഷൻ ചെയ്യണം. കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യണം. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ലോഗിൻ ചെയ്യുക. ഇവിടെ ഫസ്റ്റ് നമുക്ക് ആധാർ നമ്പർ കൊടുക്കണം. അതിൻ്റെ താഴെ നമുക്ക് ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ സൈഡിൽ കാണുന്ന ക്യാപ്ചയുടെ സെയിം ടു സെയിം ടൈപ്പ് ചെയ്തിട്ട് ലോഗിൻ വിത്ത് OTP എന്ന് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് നമ്മളെ ആധാർ കാർഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു OTP വന്നിട്ടുണ്ടാകും. ആ OTPനെ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ടൈപ്പ് ചെയ്തിട്ട് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ നമ്മളിപ്പോൾ പോർട്ടലിൻ്റെ അകത്ത് ലോഗിൻ ആയിട്ടുണ്ട്. അതേപോലെ നമ്മൾ മുകളിൽ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഫ്ലിപ്പ് ടു ആധാർ കാർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ കാണാൻ പറ്റും. അതേപോലെ നമ്മൾ ഇവിടെ കാണുമ്പോൾ നമ്മൾ അച്ഛൻ്റെ പേര് ഇവിടെ കാണാൻ പറ്റൂല. അതേപോലെ നമ്മൾ അച്ഛൻ്റെ പേരോ അത് ഹസ്ബൻഡിൻ്റെ പേരോ എങ്ങനെ ആഡ് ചെയ്യേണ്ട ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരും. ഇവിടെ നമ്മൾ അച്ഛൻ്റെ പേരോ അത് ഹസ്ബൻഡിൻ്റെ പേര് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അഡ്രസ് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ അപ്ഡേറ്റ് ആധാർ ഓൺലൈനിലൂടെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഫുള്ളായിട്ട് ഗവൺമെൻറ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ആ അപ്ഡേറ്റിനെ ചേഞ്ച് ചെയ്തതുകൊണ്ട് അച്ഛൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതോ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് വേറൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതാണ് HOF മൊഡ്യൂളാണ്. മീൻസ് ഹെഡ് ഓഫ് ഫാമിലിയിലൂടെയാണ് നമുക്കിപ്പോൾ ചെയ്യേണ്ടത്. അതേപോലെ താഴോട്ട് കാണുമ്പോൾ പ്രോസസ്സിംഗ് അപ്ഡേറ്റ്സിൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇവിടെ കാണുമ്പോൾ 8 സ്റ്റെപ്സ് കാണാൻ പറ്റും. ഇവിടെ കാണുന്ന ഫസ്റ്റ് 4 സ്റ്റെപ്സ് നമ്മളാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള 4 സ്റ്റെപ്സ് വന്നിട്ട് UIDAIന്റെ സൈഡിൽ നിന്നാണ് കംപ്ലീറ്റ് ആകുന്നത്. ഇനി നമുക്ക് മുകളിൽ കാണുന്ന HOB ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ എങ്ങനെയൊക്കെ ചെയ്യേണ്ട സ്റ്റെപ്സുകൾ കാണാൻ പറ്റും. ഇവിടെ താഴെ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുമ്പോൾ നമ്മൾ ആധാർ കാർഡിൽ കിടക്കുന്ന ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ അഡ്രസ്സൊക്കെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ അഡ്രസ്സിൽ ഇപ്പോൾ ചേഞ്ചസ് ചെയ്യാൻ പോകുന്നു, അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നു. നമ്മളെ അച്ഛൻ്റെ പേര് ഹസ്ബൻഡിൻ്റെ പേര് ആഡ് ചെയ്യാൻ പോകുന്നു. സോ അതിന് വേണ്ടി നമുക്ക് ഇവിടെ താഴെ കാണുന്ന HOF റിക്വയർഡ് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം. മീൻസ് നമ്മൾ ആധാർ കാർഡിൽ നമ്മൾ അച്ഛൻ്റെ പേര് ആഡ് ചെയ്യാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ അച്ഛൻ്റെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ അച്ഛൻ്റെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് അച്ഛൻ്റെ ആധാർ കാർഡിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട്. അതേപോലെ അച്ഛൻ്റെ ഫോൺ നമ്പർ വന്നിട്ട് ആക്റ്റീവ് ആയിരിക്കണം. എന്താന്ന് വെച്ചാൽ വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് HOF റിലേഷനിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ റിലേഷന്റെ ഏതൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കിടക്കുന്നുണ്ടാകും. ഇപ്പൊ നമ്മൾ അച്ഛന്റെ പേര് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആരെ പേരാണ് ആഡ് ചെയ്യാൻ പോകുന്നു, അച്ഛന്റെ പേരാണോ അമ്മയുടെ പേരാണോ അതോ സ്പൗസിന്റെ പേരാണോ ഹസ്ബൻഡിന്റെ പേര് കൊടുക്കുകയാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അതേപോലെ നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ ആരെ പേരാണ് ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്ന അവരെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് സെലക്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ കാണുന്ന ഓരോ ഡോക്യുമെന്റിലും നിങ്ങളുടെ പേരും അവരുടെ റിലേഷനിലും ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് ഡിക്ലറേഷനിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിന്റെ ഒരു ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷനിലൂടെ ചെയ്യാൻ പറ്റും. സെൽഫ് ഡിക്ലറേഷൻ ഹെഡ് ഓഫ് ഫാമിലി. ഇവിടെ നിങ്ങൾക്ക് സെൽഫ് ഡിക്ലറേഷന്റെ ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടി വരും. ഈ ഫോം വന്നിട്ട് നിങ്ങൾക്ക് UIDAIന്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഫോമിനെ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിൽ തന്നെ എന്തെങ്കിലും കാര്യം മിസ്റ്റേക്ക് ആയാൽ റിജക്റ്റ് ആക്കാൻ സാധ്യത ഉണ്ടാകും. ഈ ഫോമിന്റെ ഫസ്റ്റ് ഫില്ല് ചെയ്യേണ്ടത് നിങ്ങൾ ആരെ പേരാണ് ഇവിടെ കൊടുക്കാൻ പോകുന്ന അവരെ ആധാർ നമ്പർ ഇവിടെ കൊടുക്കണം. അവരെ പേര് കറക്റ്റായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ കൊടുക്കണം. ക്യാപിറ്റൽ ലെറ്റർ ആണ് ക്യാപിറ്റൽ ലെറ്റർ, സ്പേസ് ഉണ്ടെങ്കിൽ സ്പേസ് വിട്ടിട്ട് ഇനിഷ്യലൊക്കെ കൊടുക്കണം. എന്താന്ന് വെച്ചാൽ അവർ നിങ്ങളെ അച്ഛൻ്റെ ആധാർ കാർഡും വെരിഫൈ ചെയ്യും. കറക്റ്റ് ആണോ സ്പെല്ലിംഗ് കൊടുത്തിരിക്കുന്നത് എല്ലാം കറക്റ്റായിട്ട് വെരിഫൈ ചെയ്താൽ തന്നെ അപ്രൂവൽ ചെയ്യും. അതേപോലെ നിങ്ങൾ അച്ഛൻ്റെ ആധാർ കാർഡിൽ കിടക്കുന്ന സെയിം അഡ്രസ്സ് ഇവിടെ എഴുതി കൊടുക്കണം. അതേപോലെ വേറെയും കുറേ കാര്യങ്ങൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. എല്ലാം വായിച്ചിട്ട് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ലാസ്റ്റിൽ നിങ്ങൾ ആരെയാണ് പേര് ആഡ് ചെയ്യാൻ പോകുന്ന അവരെ സിഗ്നേച്ചർ ഇവിടെ വാങ്ങിച്ചിടണം. എല്ലാ കാര്യങ്ങളും ഫിൽ ചെയ്തതിനു ശേഷം ഈ ഫോമിന് നിങ്ങൾ ഫോട്ടോ എടുത്ത് PDF ആക്കിയോ അതോ JPG ഫയലായിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുമ്പോൾ 2 MB അകത്തുണ്ടാകണം. ഇപ്പം നമ്മളെ റേഷൻ കാർഡ് ഉണ്ട്. സോ ഞാൻ റേഷൻ കാർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇവിടെ ഓക്കെ എന്ന് കൊടുക്കാം.
ഇവിടെ കാണിച്ചിരിക്കുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഡോക്യുമെന്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങൾ അച്ഛനോ ആരെങ്കിലും നിങ്ങളെ കൊടുക്കാൻ പോവുകയാണെങ്കിൽ അവർ നിങ്ങൾ റിലേഷൻഷിപ്പിന്റെ ഏതെങ്കിലും ഡോക്യുമെന്റ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ് ആണ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും ചെറിയ ക്ലിയറൻസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ ആപ്ലിക്കേഷനെ റിജക്റ്റ് ആക്കാൻ ചാൻസസ് ഉണ്ട്. സോ നോക്കി ചെയ്യണം. ഇവിടെ നെക്സ്റ്റ് നിങ്ങൾ ഓക്കെ എന്ന് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ സെലക്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് കണ്ടിന്യൂ ടു അപ്ലോഡ് എന്ന് കൊടുക്കുക. അതേപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ റേഷൻ കാർഡ് ആയാലും ആധാർ കാർഡ് ആയാലും അതിന്റെ ഫ്രണ്ടും ബാക്കും വന്ന് ഡീറ്റെയിൽ കിടക്കുന്നുണ്ടാകും. സോ രണ്ട് സൈഡ് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ആ രണ്ട് ഫോട്ടോനെയും ഒരു ഫയലായിട്ട് കൺവേർട്ട് ചെയ്ത് മെർജ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതും JPG ഫയലോ അതോ PDF ഫയലായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ രണ്ട് സൈഡിലുള്ള ഇൻഫർമേഷൻ ഒരു പേജിൽ കാണാൻ പറ്റുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യണം. നമ്മളിപ്പോൾ ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതേപോലെ നമ്മളിപ്പോൾ നെക്സ്റ്റ് വരുമ്പോൾ പേയ്മെന്റ് ഓപ്ഷനിലേക്ക് വരും. അതേപോലെ നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 50 രൂപയുടെ ഫീസ് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ഐ ഹാവ് കൺഫേം എന്ന് ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ഫർ പേ ഏതെങ്കിലും ഒരു ബാങ്ക് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഓപ്ഷനുകൾ കാണാൻ പറ്റും. UPI, നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. UPI കേസസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. സോ നമ്മളിവിടെ QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇവിടെ നമ്മൾ പേയ്മെന്റ് വന്നിട്ട് ആകുന്നുണ്ട്. ഓക്കെ, പേയ്മെന്റ് വന്ന് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. അതേപോലെ ഇവിടെ നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. ഇതിനെ ബാക്ക് ഒന്നും അടിക്കല്, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഇവിടെ നെറ്റ് ഇഷ്യൂ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഇവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സക്സസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഷോ ആകും. ഇതേപോലെ സക്സസ് എന്ന് വരുന്നേരം നിങ്ങൾ ബാക്കോ ഒന്നും അടിക്കാൻ പാടില്ല. ഓട്ടോമാറ്റിക്കലി അത് റീഡയറക്റ്റ് ആയി ഈ പേജിലേക്ക് വരും. അതേപോലെ നിങ്ങൾ ഡൗൺലോഡ് അക്നോളജ്മെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. സോ ഈ സ്ലിപ്പിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സേഫ് ആക്കി വെച്ചിരിക്കുക. ഈ സ്ലിപ്പിൽ നിങ്ങൾക്ക് SRN നമ്പർ കാണാൻ പറ്റും. സോ ഈ സ്ലിപ്പിനെ നിങ്ങൾ കളയാണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുക. അഥവാ നമ്മൾ നോർമലി കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ 30 ഡേയ്സിന്റെ ടൈം എടുക്കും വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ HOF വഴി കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ 60 ഡേയ്സിന്റെ ടൈം എടുക്കും എന്ന് പറയുന്നു. അത്രയ്ക്ക് ടൈം എടുക്കൂല, 15 ഡേയ്സ് അതോ കുറച്ച് ദിവസം തന്നെ ടൈം എടുക്കും. അഥവാ ടൈം എടുക്കുകയാണെങ്കിൽ ഇത്രയും ദിവസം തന്നെ മാക്സിമം ടൈം എടുക്കും എന്ന് പറയുന്നു. ഇപ്പം നമ്മൾ ട്രാൻസാക്ഷൻ മെത്തേഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അതേപോലെ നമ്മൾ SRN നമ്പർ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. അഥവാ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ട് എല്ലാം വിട്ട് കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് ചേഞ്ച് ആകൂല. നിങ്ങളെ പേരോ നിങ്ങളെ അച്ഛന്റെ പേര് ഹസ്ബൻഡിന്റെ പേരൊന്നും ചേഞ്ച് ആകൂല. ഇനിയും കുറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഈ ആധാർ കാർഡിനെ ലോഗൗട്ട് ചെയ്യണം. ഇവിടെ നിങ്ങൾ പ്രൊഫൈൽ ഐക്കോണിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോഗൗട്ട് ചെയ്യുക. ലോഗൗട്ട് ചെയ്ത് വിട്ടതിന് ശേഷം അപ്പോൾ നിങ്ങൾ ഡാഷ്ബോർഡിൽ വരും. ഇവിടെ നിങ്ങൾക്ക് വീണ്ടും ലോഗിൻ ചെയ്യണം. ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങളെ ആധാർ നമ്പറില്ല, നിങ്ങൾ ആരെ പേരാണ് നിങ്ങൾ ആധാറിലൂടെ ആഡ് ചെയ്യാൻ പോകുന്ന അവരെ ആധാർ നമ്പർ ഇട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ലോഗിൻ വിത്ത് OTP എന്ന് കൊടുക്കുക. ഇപ്പോൾ വന്നിട്ട് അവരെ ആധാർ കാർഡിന്റെ സൈഡിൽ നിന്ന് ഒരു OTP പോയിട്ടുണ്ടാകും. ആ OTPനെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലോഗിനായി വരുമ്പോൾ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ മൈ ഹെഡ് ഓഫ് ഫാമിലി മീൻസ് HOF ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളോട് SRN നമ്പർ ചോദിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി ആയിട്ട് ഒരു ആപ്ലിക്കേഷന്റെ സ്ലിപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തു. ആ സ്ലിപ്പിൽ SRN നമ്പർ കൊടുത്തിട്ടുണ്ടാകും. ഈ സ്ലിപ്പിൽ കാണുന്ന SRN നമ്പറാണ് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ടൈപ്പ് ചെയ്തതിനു ശേഷം ഇവിടെ ഇപ്പം നിങ്ങൾ ഇവിടെ ലോഗിൻ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ അച്ഛൻ്റെ അക്കൗണ്ടാണ്. നേരത്തെ നമ്മൾ ലോഗിൻ ചെയ്തത് നമ്മളെ അക്കൗണ്ടിലാണ്. നമ്മളെ അക്കൗണ്ടിൽ അച്ഛൻ്റെ പേര് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് അതിൽ നമ്മൾ ആ പ്രോസസ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. നേരത്തെ നമ്മളെ അക്കൗണ്ടിലൂടെ നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്ന് നമ്മളെ അച്ഛൻ്റെ പേര് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിക്വസ്റ്റ് ഇട്ടിരുന്നു നേരത്തെ. ആ റിക്വസ്റ്റ് നിങ്ങളെ അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ നമ്മളെ ലോഗിൻ ID നമ്മളെ അച്ഛൻ്റെ ആധാർ കാർഡ് നമ്പർ ഇവിടെ കൊടുത്തിരുന്നു. സോ ആ നമ്പറിലൂടെ നമ്മൾക്ക് റിക്വസ്റ്റ് പോയിട്ടുണ്ടാകും. ആ റിക്വസ്റ്റ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ ലോഗിൻ ID പോയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ആക്സെപ്റ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ അഡ്രസ്സ് വന്നിട്ട് ഷെയർ ചെയ്യണമെന്ന് ചോദിക്കുന്നു. കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇവിടെ നമ്മൾ കാണുമ്പോൾ നമ്മളെ റിക്വസ്റ്റ് വന്നിട്ട് അക്സെപ്റ്റ് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. ഇപ്പം ഇവിടെ നമ്മളെ സൈഡിൽ നിന്ന് കറക്ഷൻ റിക്വസ്റ്റ് വന്ന് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഡാഷ്ബോർഡിൽ വരുമ്പോൾ നമ്മളെ കൊടുത്ത റിക്വസ്റ്റ് ആക്സെപ്റ്റൻസ് എല്ലാം ഇവിടെ താഴോട്ട് കാണിക്കുന്നുണ്ടാകും. നമ്മളെ പേരൻസിൻ്റെ സൈഡിൽ നിന്ന് ആക്സെപ്റ്റൻസ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇനിയുള്ള കാര്യങ്ങളാണ് UIDAIന്റെ സൈഡിൽ നിന്ന് വെരിഫിക്കേഷൻ ചെയ്യേണ്ട. അവർ നിങ്ങളെ കറക്ഷൻ റിക്വസ്റ്റ് സക്സസ്ഫുള്ളി ചെയ്തു തരും. എല്ലാ റിവ്യൂ ആൻഡ് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം അപ്രൂവൽ തരും. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ കാണാം. ബൈ.